ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റോപീഡിയ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മിനി റോസ് ബൊക്കറ്റ് ആണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ വെറുപ്പിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം ചെയ്യുന്നത് റോസ് ആണ്. അപ്പോൾ ഈ ഒരു ത്രെഡാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ കാണുന്നവർക്കറിയാം, നമ്മൾ ആ ബോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ സെയിം ത്രെഡ് വെച്ചിട്ടാണ്. ആ സെയിം നീഡിലുമാണ്, 4mm നീഡിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഒന്ന് സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുക, എന്നിട്ടൊരു 12 ചെയിൻ സ്റ്റിച്ചസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇതിലും സിമ്പിൾ ആയിട്ട് റോസ് ഉണ്ടാക്കാൻ ഇനി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാം. ബിഗിനർ ആയതുകൊണ്ട് തന്നെ ഒരു ഫ്ലവർ ചെയ്യാൻ ചിലപ്പോൾ ഒരു 30 മിനിറ്റ്സ് ഒക്കെ എടുത്തെന്ന് വരും. കാണുമ്പോൾ ചിലപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ തോന്നും, പക്ഷെ കുഴപ്പമില്ല. ഇച്ചിരി സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു യാൺ എനിക്കൊന്ന് മാറ്റണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ കടയിൽ എങ്ങും പോയിട്ട് എനിക്ക് ഒരു റെഡ് കളർ യാൺ കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. ഇതാണെങ്കിൽ വളരെ കുറച്ചും ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്കൊരു 7 റോസസ് ഈ ഒരു ത്രെഡിൽ നിന്ന് എനിക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇത് മിനി റോസസ് ആയതുകൊണ്ട് തന്നെ ഒരു 10-15 എണ്ണം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ബൊക്കെ കാണാനായിട്ട്. അപ്പൊ ഈ ഒരു 12 ചെയിൻ സ്റ്റിച്ചസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 3 ചെയിൻ വിട്ടിട്ട് അടുത്ത ചെയിനിൽ, അതായത് 9th ചെയിനിൽ നമ്മൾ ഡബിൾ ക്രോഷ്യ ആണ് ചെയ്തു കൊടുക്കാൻ പോകുന്നത്. അതും ഒരു ചെയിനിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ വേണം ചെയ്യാനായിട്ട്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ സബ് ടൈറ്റിൽ പോലെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പൊ ഇതിൽ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, 3 ചെയിൻ വിടുക, എന്നിട്ട് അടുത്ത ചെയിനിൽ ഒരു ചെയിനിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ടൈപ്പ് യാണ് ഏതാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല, വലിയ ക്വാളിറ്റി ഒന്നുമില്ല. പക്ഷെ എന്നാൽ ഇതിന്റെ ഒരു ടെക്സ്ചർ ഒരു വെൽവെറ്റി ടെക്സ്ചർ ആയതുകൊണ്ട് ചെയ്യാൻ നല്ല സുഖമാണ്. പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗിയുണ്ടായിരിക്കും. അപ്പോൾ ഒരു ചെയിനിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് ബാക്കി താഴോട്ടുള്ള എല്ലാ ചെയിൻസിലും ഇതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. എല്ലാ ചെയിനിലും നമ്മൾ 3 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തു കൊടുത്ത് ലാസ്റ്റ് ഒരു സ്ലിപ്പ് നോട്ടും കൂടെ ഇട്ട് എൻഡ് ചെയ്യുക. അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ 2 ചെയിൻ ചെയ്യുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ, കാരണം പിന്നെ അങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടു കഴിയുമ്പോൾ എല്ലാവർക്കും ബോറടിക്കും. ഈ ഒരു 2 ചെയിൻ ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതേപോലെ ഇത് ചെയ്യാൻ ഭയങ്കര സിമ്പിളുമാണ്, ഭയങ്കര ബിഗിനർ ഫ്രണ്ട്ലി ആണെന്ന് ഞാൻ പറയാനുള്ള കാരണം, ഞാനിപ്പോൾ ക്രോഷ്യ പഠിച്ചിട്ട് കൂടിപ്പോയാൽ ഒരു 3 മാസം ആവുന്നതേ ഉള്ളൂ. അതിനോടിടയ്ക്ക് ഇത്ര വലിയൊരു പ്രൊജക്ട് പോലെ ഞാൻ ചെയ്യുന്നത് ഈ ഒരു റോസ് ബൊക്കറ്റ് ആണ്. ബാക്കിയൊക്കെ ഞാൻ ചെറിയ ചെറിയ കീ ചെയിൻസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് ഭയങ്കര പെർഫെക്റ്റ് മെത്തേഡ് ആണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതിൽ എന്തായാലും ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ കാണും. ബട്ട് സ്റ്റിൽ ഈ ഒരു രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും വലിയ തരക്കേടില്ലാത്ത ഡീസെന്റ് ആയിട്ടുള്ള ഐ പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു ബൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്സ് കാണുന്നൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും പറയാൻ മടിക്കണ്ട, കമന്റിൽ പറയാം. അപ്പൊ എനിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പിന്നാണെങ്കിലും ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഞാനിതൊരു ട്യൂട്ടോറിയൽ വീഡിയോ പോലെ ഇട്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, തീരെ സമയമില്ലാത്തവർക്കും നല്ല മടിയുള്ളവർക്കും അതേപോലെ ക്രോഷ്യ സ്റ്റാർട്ട് ചെയ്തവർക്കും ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബൊക്കെയാണ്. അതേപോലെ ഇനിയിപ്പോ എന്തായാലും വാലന്റൈൻസ് ഡേ ഒക്കെ വരുമല്ലേ, അപ്പൊ പെട്ടെന്ന് ഒരു അടിപൊളി ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു റോസ് ബൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഇനിയിപ്പോ വാലന്റൈൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പേരൻസിന്റെ ഒക്കെ വെഡിങ് ആനിവേഴ്സറി വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിന് ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ ആർക്ക് വേണമെങ്കിലും സ്നേഹത്തോടെ ഉണ്ടാക്കി കൊടുക്കാം. ആർക്കും ഇനി കൊടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നമ്മുടെ റൂമിൽ തന്നെ വെക്കാം. നല്ല അടിപൊളി ഡെക്കറേറ്റീവ് പീസ് ആണ്. അപ്പൊ പറഞ്ഞു നമ്മുടെ റോസ് ഫ്ലവർ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ചെയിനിലെ ലാസ്റ്റ് ഡബിൾ ക്രോഷ്യ ആണ്. അപ്പൊ ഈ ഒരു ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ചെയിനിൽ ഒരു സ്ലിപ്പ് നോട്ടും കൂടെ ഇട്ട് ലാസ്റ്റ് ഫിനിഷ് ചെയ്യുവാണ്. അപ്പൊ നമ്മുടെ ഫ്ലവർ ക്രോഷ്യറ്റ് ചെയ്യുന്ന പാർട്ട് ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോ ഇതുപോലെ ത്രെഡ് ഇങ്ങനെ ഉള്ളിൽ കൂടെ വലിച്ചെടുത്ത് കുറച്ച് അത്യാവശ്യം ലെങ്ത് വിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുക. അപ്പോൾ നമ്മൾ ഈ ഒരു പാറ്റേൺ തെറ്റൊന്നും കൂടാതെ കറക്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലവർ ഇങ്ങനെ ചുരുണ്ട് വരും. കറക്റ്റ് ഫ്ലവർ ഇരിക്കുന്ന പോലെ തന്നെ ആയി വരും. നമ്മൾ അത് ജസ്റ്റ് ഒന്ന് പിടിച്ചു വെച്ച് ഷേപ്പ് ആക്കി കൊടുക്കണം, വീഡിയോയിൽ കാണുന്ന പോലെ. അതിനുശേഷം നമ്മൾ ആ ക്രോഷ്യ ചെയ്ത് നിർത്തിയ എൻഡിൽ നീണ്ടു കിടക്കുന്ന ത്രെഡിന്റെ അവിടെ നമ്മളൊരു സൂചിയും കൂടി ഇട്ടിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ചെയിൻ ഒന്ന് ഇൻവിസിബിൾ ആക്കി കൊടുക്കുക. അതേപോലെ ഈ പെറ്റൽസ് പോലെ ഇരിക്കുന്ന ഭാഗങ്ങളൊന്നും അടർന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മളൊന്ന് തയ്ച്ചു കൊടുക്കുന്ന പോലെ ചെയ്യുന്നുണ്ട്. ഈ ഒരു നീഡില് ക്രോഷ്യയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, പ്ലാസ്റ്റിക് നീഡിലാണ്. അപ്പോൾ ഇങ്ങനത്തെ നീഡിൽ ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ മറ്റേ ചാക്ക് സൂചി ഉണ്ടല്ലോ, ഈ വട്ടം വലുതായിട്ടുള്ളത്, അങ്ങനത്തെ സൂചി എടുത്താലും മതി. വലിയ തയ്യലെന്നൊന്നും പറയാനില്ല, ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ഒന്ന് ഓടിച്ചു കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. എന്നിട്ട് ലാസ്റ്റ് ഞാനൊന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് കെട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ, ഫ്ലവറിന്റെ പാർട്ട് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടി വലിയ കുറച്ചുകൂടെ ഫ്ലവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ചെയിൻ സ്റ്റിച്ചിന്റെ എണ്ണം കൂട്ടിയാൽ മതി. അപ്പൊ ഈ റൗണ്ട് കുറച്ചുകൂടെ വലുതായി വലുതായി വന്നോളും.
ചെയ്തോളും. ഇത് ഞാൻ പറഞ്ഞ പോലെ ദാണ്ടെ നമ്മുടെ ആ ബട്ടൺ റോസിന്റെ സൈസ് മാത്രമേ ഉള്ളൂ. കയ്യിലിരിക്കുമ്പോൾ ചിലപ്പോൾ വീഡിയോയിൽ ഭയങ്കര വലുതായി കാണിക്കുമോ എന്നെനിക്ക് അറിയത്തില്ല. അപ്പൊ എന്തായാലും ഇത്രയും സൈസേ ഉള്ളൂ എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ദാ റോസ് ഇത്രയേ ഉള്ളൂ. ഇതിന്റെ എൻഡിലുള്ള ത്രെഡ് കംപ്ലീറ്റ് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഞാനത് കട്ട് ചെയ്യാൻ ശരിക്കും പറഞ്ഞ മറന്നുപോയതാ. ഇനി അടുത്തത് നമുക്ക് ഇതിന്റെ ലീഫ് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. ലീഫാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ചെങ്കിലും പാടായിട്ട് തോന്നിയത്. ഞാനിത് കുറേ തവണ ട്രൈ ചെയ്തിട്ടാണ് എനിക്ക് ലീഫ് ഒന്ന് പഠിച്ചെടുക്കാനായിട്ട് പറ്റിയത്. ഈ ഒരു ലീഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത് ലീഫ് ഒന്നും അല്ലായിരുന്നു, ലീഫിന്റെ പകുതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. ഇത് തന്നെ ഞാൻ കുറെ വീഡിയോ റെഫർ ചെയ്തിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് തപ്പി പിടിച്ച് പഠിച്ച് ആണ് ചെയ്യുന്നത്. അപ്പൊ ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു 9 ചെയിൻ സ്റ്റിച്ചസ് ആണ് നമുക്ക് വേണ്ടത്. പിന്നെ ഈ ത്രെഡ് ഒട്ടും ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ ചെയ്ത് കഴിയുമ്പോൾ അത്ര ഒരു ഫിനിഷിങ് എനിക്ക് തോന്നിയില്ല. ഞാൻ ഇവിടെ നല്ല ത്രെഡ് ഒന്നും തപ്പിയിട്ട് എനിക്ക് ഗ്രീൻ കളറിലെ റെഡ് കളറിലെയും ത്രെഡ് ഒന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പൊ ദാ 9 ചെയിൻ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു ചെയിൻ വിട്ടിട്ട് അടുത്ത ചെയിനിൽ ആദ്യം ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അപ്പൊ സിംഗിൾ ക്രോഷ്യ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. അപ്പൊ ഈ ലീഫ് പാറ്റേൺ ചെയ്യുമ്പോൾ നമ്മൾ പേപ്പറിൽ വരയ്ക്കുന്ന ലീഫ് ഒന്ന് മനസ്സിലാലോചിക്കുക. കാരണം രണ്ടറ്റവും നാരോ ആയിട്ടും നടുക്ക് മാത്രം കുറച്ച് വൈഡ് ആയിട്ടും അതേപോലെ തന്നെയാണ് ഇതിന്റെ പാറ്റേണും പോകുന്നത്. ആദ്യത്തെ എൻഡിൽ ചെറുതെന്ന് തുടങ്ങി നടുക്ക് എത്തുമ്പോഴത്തേക്ക് വലുതായി വീണ്ടും കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ ഡബിൾ ക്രോഷ്യ കഴിഞ്ഞ് പിന്നുള്ള 3 ചെയിനിൽ നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷ്യ ആണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ നമ്മൾ നീഡില് 2 തവണയാണ് യാൺ ഓവർ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കാണുമ്പോൾ എന്തായാലും മനസ്സിലാവുന്നുണ്ടായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞു കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. ഈ ലീഫ് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയിൻസ് മാറിപ്പോവാതെ ശ്രദ്ധിക്കുക. ചെയിൻ മാറിപ്പോയി കഴിഞ്ഞാൽ ലീഫിന്റെ കംപ്ലീറ്റ് ഷേപ്പ് തന്നെ മാറിപ്പോവും. ഞാൻ ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ലീഫ് കാണുമ്പോൾ ഒരുമാതിരി ഓലമടൽ പോലെയൊക്കെ ആയിരുന്നു ഇരുന്നോണ്ടിരുന്നത്. പിന്നെ കുറെ തവണ ട്രയൽ ആൻഡ് എറർ ചെയ്തിട്ടാണ് ഈ ഒരു ഡീസന്റ് ഷേപ്പിലോട്ടൊന്ന് എത്തിക്കിട്ടിയത്. ഞാനാണെങ്കിൽ ഇടയ്ക്ക് ഒരു ബുക്ക് മാർക്ക് ക്രോഷ്യ ബുക്ക് മാർക്ക് ചെയ്യുന്നത് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്താണെങ്കിൽ ഒരു ഫ്ലവർ ചെയ്തിട്ടാണ് ഞാനത് ബുക്ക് മാർക്ക് ആക്കി എടുത്തത്. ആ ഫ്ലവറിന്റെ അറ്റത്ത് ഒരു ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇരുന്നത്. പക്ഷെ എന്ത് ചെയ്താ ലീഫ് ചെയ്തിട്ട് ശരിയാവാത്ത കൊണ്ട് ഞാൻ ഈ ഗ്രീൻ കളർ ത്രെഡ് വെച്ച് തന്നെ ഹേർട്ട് ഷേപ്പ് ചെയ്തു. അപ്പൊ അത് കാണുമ്പോൾ ഒരുമാതിരി മണി ലീഫിന്റെ ഒക്കെ ഇല പോലെ ഇരിക്കുന്നതുകൊണ്ട് ഞാനതൊരു ലീഫ് ആക്കി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. 1-2 തവണ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ട്യൂട്ടോറിയൽ ഒന്നും നോക്കാതെ ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഇതിന്റെ പാറ്റേൺ പോകുന്നതെന്നും ഒക്കെ. പക്ഷെ കുറെ തവണ നമ്മൾ ഇതുപോലെ ചെയ്ത് നോക്കുമ്പോഴേ നമുക്കത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവത്തുള്ളൂ. ഇപ്പൊ വീഡിയോയിൽ കാണുന്നതാണ് 3ാമത്തെ ട്രിപ്പിൾ ക്രോഷ്യ. ഇതാണ് നമ്മുടെ ലീഫിന്റെ വൈഡർ ആയിട്ടുള്ള പോർഷൻ. അപ്പൊ ഇനി ഇത് കഴിഞ്ഞ് വരുന്ന സ്റ്റിച്ചസ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഈ 3 ട്രിപ്പിൾ ക്രോഷ്യയ്ക്ക് ശേഷം നെക്സ്റ്റ് ചെയിനിൽ വരുന്നത് ഒരു ഡബിൾ ക്രോഷ്യ ആണ്. അതിനുശേഷം ഒരു സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് ചെയിനിൽ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് നിർത്തുവാണ്. ഈ ഒരു ഗ്രീൻ യാൺ കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ചെയിൻസ് ഒക്കെ കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. എന്നാലും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു ബേസിക് ലീഫ് പാറ്റേൺ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ലീഫിന്റെ ഒക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനും പെട്ടെന്ന് ചെയ്യാനായിട്ടും പറ്റുന്നുണ്ടായിരിക്കും എന്തായാലും. അപ്പൊ ഇതാ ഇത്രയും ആവുമ്പോഴത്തേക്ക് നമ്മുടെ ലീഫിന്റെ ഹാഫ് പോർഷൻ കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ട് നിർത്തിയിട്ടുണ്ട്. ഇനി ഇതിന്റെ അപ്പുറത്തെ ഹാഫ് ആണ് ചെയ്യാനുള്ളത്. അതും ഇതേപോലെ തന്നെ സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. ആദ്യം ഒരു സിംഗിൾ ക്രോഷ്യ, പിന്നെ ഡബിള്, 3 ട്രിപ്പിൾ ക്രോഷ്യ, പിന്നെ ഒരു ഡബിൾ ക്രോഷ്യ, പിന്നെ ഒരു സിംഗിൾ ക്രോഷ്യ, പിന്നെ സ്ലിപ്പ് സ്റ്റിച്ച്. ഈ ഒരു സൈഡ് ചെയ്യുമ്പോഴും നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. കാരണം ചെയിൻസ് തമ്മിൽ മാറിപ്പോവാതിരിക്കാൻ നോക്കുക. നേരത്തെ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്തതിന്റെ ഓപ്പോസിറ്റ് സെയിം സിംഗിൾ ക്രോഷ്യ തന്നെ വരണം. എന്നാലേ ആ ലീഫിന്റെ കറക്റ്റ് പാറ്റേൺ ആയിട്ട് കിട്ടത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഷേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസ് വരും. പിന്നെ ലീഫ് ചുരുണ്ടിരിക്കാനും സാധ്യതയുണ്ട്. ഫൈനലി നമ്മൾ ഇപ്പുറത്തെ സൈഡ് സ്ലിപ്പ് സ്റ്റിച്ച് ഇടുമ്പോൾ നമ്മൾ ആദ്യം ഒരു ചെയിൻ വിട്ടിട്ടല്ലായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ ചെയിനിൽ കൊണ്ടുവന്ന് സ്ലിപ്പ് നോട്ട് ഇട്ട്
എൻഡ് ചെയ്യുക. അപ്പോഴാണ് ഒരു ലീഫ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നത്. ഇപ്പൊ നമുക്ക് ഒരു ലീഫാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഒരു റോസിന് 2 ലീഫ് എന്നുള്ള രീതിയിലാണ് വെച്ചു കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു ലീഫിനെ കണക്ട് ചെയ്ത് തന്നെ അടുത്ത ലീഫും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ദാ ഈ ഒരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കിട്ടുന്ന ലൂപ്പ് നമ്മുടെ അടുത്ത ലീഫിന്റെ ഫസ്റ്റ് ചെയിൻ ആയിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് ഇതില് സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. 9 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചെയ്ത പോലെ തന്നെ ബാക്കിയുള്ള ഡബിൾ ക്രോഷ്യേസും സിംഗിൾ ക്രോഷ്യേസും ട്രിപ്പിൾ ക്രോഷ്യേസും ചെയ്തു കൊടുക്കുക. അപ്പൊ ദാ ഇത്രേ ഉള്ളൂ. ഇനി ഈ ഒരു ലീഫും കൂടെ കംപ്ലീറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു റോസിന് വേണ്ട 2 ലീഫ് സെറ്റ് ആവും. അപ്പൊ നമ്മൾ എത്ര റോസ് എടുക്കുന്നോ അത്രയും റോസിനും വേണ്ട ലീഫ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ലാസ്റ്റ് ലീഫ് കംപ്ലീറ്റ് ആക്കി കഴിയുമ്പോൾ അതിന്റെ എൻഡിൽ വരുന്ന ത്രെഡ് നമ്മൾ നേരത്തെ റോസിന് ചെയ്ത പോലെ തന്നെ ഒരു നീഡിൽ ഇട്ടിട്ട് ഒന്ന് ഇൻവിസിബിൾ ആക്കി കൊടുക്കണം. ഞാൻ ഇവിടെ ഒന്ന് ഇൻവിസിബിൾ ആക്കി കൊടുത്തു കഴിഞ്ഞിട്ട് തീ കാണിച്ചിട്ടൊന്ന് ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇത് അക്രിലിക് യാൺ ആയതുകൊണ്ട് പെട്ടെന്ന് അഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. മറ്റേ നമ്മുടെ കോട്ടൺ യാണൊക്കെ ആണെങ്കിൽ അത്ര വേഗം അങ്ങനെ അഴിഞ്ഞു പോകത്തില്ല. അപ്പൊ ഒരു റോസിന് 2 ലീഫ് എന്നുള്ള കണക്കിൽ ഞാനിവിടെ ഒരു 14 ലീവ്സ് ആണ് ചെയ്തിട്ടുള്ളത്. 7 റോസസും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ക്രോഷറ്റിംഗ് പാർട്ട് ആക്ച്വലി കഴിഞ്ഞു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ സിമ്പിൾ അല്ലേ, കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയാലും ഇത് വെരി ബേസിക് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഭയങ്കര സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഈവൻ ഒന്നും അറിയാത്തവർക്ക് വരെ വീഡിയോ നോക്കി ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ ഇത് ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾ കൂടുതൽ ക്രോഷറ്റിങ്ങിന്റെ സാധനങ്ങളും മേടിക്കണമെന്നില്ല. ജസ്റ്റ് 2 ത്രെഡും ഒരു നീഡിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോ നമ്മൾ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ലീവ്സ് റോസസും എല്ലാം കൂടെ സ്റ്റെമ്മിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ ദാ ഇത്രയും ഫ്ലവേഴ്സ് ആണ് ചെയ്യുന്നത്. ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 3 hours എടുത്തിട്ടുണ്ട്. കാരണം കുറച്ച് സ്ലോ ആയിരുന്നു. പിന്നെ ഞാനിത് പഠിച്ച് കുറെ തവണ അഴിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടാണ് അത്രയും സമയം എടുത്തത്. അതിനുശേഷം ഇതിന്റെ സ്റ്റെം ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ദാ ഇതുപോലൊരു കമ്പി എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഫ്ലവർ മേക്കിങ്ങിനൊക്കെ മേടിക്കുന്ന കമ്പി തന്നെയാണ്. അപ്പൊ ഇതിന്റെ അറ്റം ഒന്ന് ഇതുപോലെ ഒന്ന് വളച്ചു വെക്കുന്നുണ്ട്. ഇങ്ങനെ വളച്ചു വെക്കുന്നത് ഈ ഫ്ലവറിനകത്തൂടെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഫ്ലവർ വെക്കുക, അതിന്റെ ഒപ്പം തന്നെ ലീഫും വെക്കുക. ഇതിനു മുന്നേ തന്നെ ആ റോസിൽ കിടക്കുന്ന എക്സ്ട്രാ ത്രെഡ് ഒന്ന് കട്ട് ചെയ്ത് കളയേണ്ടതായിരുന്നു. പക്ഷെ എനിക്ക് എന്തോ ഒപ്പം അത് കട്ട് ചെയ്യാൻ തോന്നിയില്ല. ഞാനതിങ്ങനെ വെച്ചോണ്ടിരിക്കുവായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് ആണ് അതൊന്ന് കട്ട് ചെയ്ത് കളയുന്നത്. അപ്പൊ ദാ ഇനി ലീഫ് കയറ്റുമ്പോഴും നമ്മൾ ആ നടുക്കൂടെയുള്ള സ്റ്റിച്ചിനകത്തൂടെ തന്നെ കയറ്റുക. എന്നിട്ട് ഒന്ന് സെക്യൂർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ആ ഒട്ടിക്കുന്ന പോർഷൻ മാത്രം എനിക്ക് വീഡിയോ കിട്ടിയില്ല. എന്തോ ക്യാമറ ഓഫ് ആയി പോയായിരുന്നു, ലോ സ്റ്റോറേജ് ആയിട്ട്. അതിനുശേഷം ആ വയറ് മൊത്തം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഗ്രീൻ ത്രെഡ് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എടുത്തിരുന്ന ആ കമ്പി ഭയങ്കര തിന്നായതുകൊണ്ട് തന്നെ 2 റൗണ്ടാണ് ഞാൻ ത്രെഡ് ചുറ്റി കൊടുത്തത്. അപ്പോഴേ കുറച്ചെങ്കിലും കട്ടിയുള്ള ഒരു സ്റ്റെമ്മ് പോലെ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ദാ ഈ ഒരു സ്റ്റെപ്പ് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോസ് കംപ്ലീറ്റ് ആയിട്ട് റെഡി ആവും. അതിനുശേഷം എല്ലാ റോസും കൂടെ ഒന്ന് ഒരുമിച്ച് വെക്കുക. ഇഷ്ടമുള്ള റിബൺ ഇട്ടിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഇനി എന്തായാലും ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ക്രോഷറ്റിംഗ് ആൻഡ് ക്രാഫ്റ്റ് ട്യൂട്ടോറിയൽസ് എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.